ഇതൊക്കെ ഇത്ര ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണോ? ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നതാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു കാരക്ക എടുത്ത് വായിലിട്ടപ്പോൾ തങ്ങളത് കാർക്കിച്ച് തുപ്പി അത് ഒഴിവാക്കാൻ പറഞ്ഞ് മറ്റൊരു കാരക്ക കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയുന്നൊരു വാക്ക്, ഇത് സക്കാത്തിൻ്റെ പൊതുമുതലാണ്, അത് നമുക്ക് അനുവദനീയമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഹക്കല്ലാത്ത ഒന്നും വയറ്റിലേക്ക് എത്തരുത് എന്ന അവിടുത്തെ കർശനമായ നിർദ്ദേശമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, സത്യവിശ്വാസികളെ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ചു നിർത്തണമെന്ന്. ചെറിയ കുട്ടികളോട് പോലും അവിടുന്ന് ആ കൃത്യമായ പരിപാലനം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ പ്രായത്തിൽ 7 വയസ്സായാൽ നിങ്ങൾ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്നും 10 വയസ്സായാൽ അവർ അതിൻ്റെ ഉപേക്ഷിച്ചതിൻ്റെ മേൽ അടിക്കണമെന്നും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറെ വേറെ എന്നെ സെപ്പറേറ്റ് നിങ്ങൾ കിടത്തണമെന്നും ഒക്കെ അവിടുന്ന് നിർദ്ദേശിച്ചത് കാണാം. അംർ ഇബ്നു അബീ സലമത്ത് പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് ഞാൻ മുത്തുനബിയോട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ കൃത്യമായി അവിടുന്ന് പഠിപ്പിച്ചു, മോനെ ബിസ്മി ചൊല്ലണമെന്നും നിൻ്റെ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്നും നിൻ്റെ അടുത്ത് നിന്ന് കഴിക്കണമെന്നൊക്കെ. അങ്ങനെ ഒരു രക്ഷിതാവ് അവരുടെ കുട്ടികൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം ഇസ്ലാമികമായ മര്യാദകൾ പഠിപ്പിക്കുക എന്നതാണ്. അള്ളാഹു നമ്മളെയൊക്കെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ.